ഹായ്, ഇന്ന് രാവിലെ തന്നെ നമ്മൾ പിടി ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. അതിന് വേണ്ടി ഞാൻ വെള്ളം അടുപ്പത്ത് വെച്ചു. പിടിയും കോഴിക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ വെള്ളം തിളയ്ക്കുന്ന സമയം കൊണ്ട് 2-3 വെളുത്തുള്ളിയും 2 ചെറിയ ഉള്ളിയും ചെറിയ ജീരകവും കൂടെ ഒന്ന് ചതച്ചിട്ട് അതിനകത്തേക്ക് ഇടാം കേട്ടോ. കുറേ നാളായി പിടിയും കോഴിക്കറിയും കഴിക്കണം എന്നുള്ളൊരാഗ്രഹം. ഇപ്പോൾ രാവിലെ തന്നെ അത് ചതച്ച് അതിനകത്തേക്ക് ഇടാം. ഇടിയപ്പത്തിനും ഒക്കെ എടുക്കുന്ന പൊടിയാണ് കേട്ടോ. നൈസായിട്ടുള്ള അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനകത്തേക്ക് ഇടിയപ്പത്തിനൊക്കെ പൊടി വാട്ടുന്ന പോലെ തന്നെയാണ്, പക്ഷേ വെള്ളത്തിനകത്ത് ഈ വെളുത്തുള്ളി, ചെറിയ ഉള്ളി, ചെറിയ ജീരകം ഇത്രയും ചേർക്കണം കേട്ടോ, ചതച്ച്. അപ്പോൾ അരിപ്പൊടി എടുത്തിട്ടുണ്ട്, അതിനകത്തേക്ക് തേങ്ങ ഇടുക. ഞാൻ കുറച്ച് തേങ്ങ എടുത്തിട്ടുള്ളൂ കേട്ടോ, കാരണം നമുക്ക് തേങ്ങയ്ക്ക് ക്ഷാമമാണ്. ഒരു മുറി തേങ്ങയോ അല്ലെങ്കിൽ ഒരു തേങ്ങ ഇട്ടാലും അത്രയും നല്ലതാണ്. അപ്പോൾ ചതച്ചത് ഞാൻ വെള്ളത്തിനകത്തേക്ക് ഇട്ടു. കുറച്ച് ഉപ്പും കൂടി ഇട്ടു കേട്ടോ. വെള്ളം നന്നായിട്ട് തിളയ്ക്കട്ടെ. തിളച്ച ഈ വെള്ളത്തിൽ വേണം നമുക്കിതൊന്ന് വാട്ടി കുഴച്ചെടുക്കാനായിട്ട്. ദേ കണ്ടോ, വെള്ളം തിളച്ചിട്ടുണ്ട്. ചൂടോടെ തന്നെ ഒഴിച്ചിട്ട് ഒന്ന് സ്പൂണും കൊണ്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇടിയപ്പത്തിനൊക്കെ പൊടി വാട്ടുന്ന പോലെ വേഗം കഴിയും. രാവിലെ ഇന്ന് ഇത്തിരി താമസിച്ചും പോയി കേട്ടോ. പൊന്നൂന് സ്കൂളിൽ 8:30 ആകുന്നതിന് മുമ്പ് പോകണം. കാരണം ഒരു ക്ലാസ് ഉണ്ട്, USSൻ്റെ എക്സാമിന് ക്ലാസ് ഉണ്ട്. അപ്പോൾ അത് ചൂടുള്ള കാരണം കുഴയ്ക്കാൻ പറ്റില്ല, അത് ഞാൻ മാറ്റി വെച്ചു. ആ സമയം കൊണ്ട് ചിക്കൻ കറിക്കുള്ളത് റെഡിയാക്കുകയാണ് കേട്ടോ. കുറച്ച് ചിക്കനെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ. അതാണ് വെളിച്ചെണ്ണ ഒഴിച്ച് ഞാൻ സവോള, വെളുത്തുള്ളി ഇഞ്ചിയുടെയും പേസ്റ്റ് ഉണ്ടായിരുന്നു, 2 പച്ചമുളക് ഇട്ടു കേട്ടോ. അത് വഴറ്റി വേഗം തന്നെ മല്ലിപ്പൊടി, മുളക് പൊടി, ചിക്കൻ മസാല, മഞ്ഞൾപ്പൊടി എല്ലാം കൂടി ഇട്ട് വഴറ്റി. പെട്ടെന്നുള്ള പണിയാണ് കേട്ടോ. ഒരുപാട് ഡെക്കറേറ്റും ചെയ്യാനൊന്നും പറ്റില്ല. പിന്നെ ഒരു തക്കാളിയുടെ പകുതി എടുത്തിട്ടുള്ളൂ, കാരണം കുറച്ചേ ഉള്ളൂ ചിക്കൻ. അപ്പോൾ അത് ചിക്കൻ ആകുന്ന സമയത്ത് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. ചെറിയ ചൂടോടുകൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കുഴക്കണം കേട്ടോ, എന്നാലേ നല്ല മയം ഉണ്ടാവുകയുള്ളൂ. കൈ പൊള്ളാത്ത പോലത്തെ ചൂടില്ലേ. അപ്പോൾ അത് നന്നായിട്ട് കുഴഞ്ഞിട്ടുണ്ട്. ചിക്കൻ ഒന്ന് ഇടയ്ക്കൊന്ന് ഇളക്കിയിട്ടിട്ട് ഉപ്പിടാൻ മറന്നുപോയി കേട്ടോ. ചെറുതായിട്ട് ഞാൻ സവോളയ്ക്ക് ഉപ്പിട്ടായിരുന്നു, എന്നാലും ഉപ്പിട്ട് കൊടുത്തൊന്ന് തട്ടിപ്പൊത്തി വെച്ചിട്ട് നമുക്കിതൊന്ന് ഉരുട്ടിയെടുക്കാം. അപ്പോൾ ഈ മാവ് നമുക്ക് ഉരുട്ടിയെടുക്കാം കേട്ടോ. അതേ ചെറിയ ഉരുളകളാക്കി ഞാൻ എടുത്തിട്ടുണ്ട്. കൂടെ പൊന്നും വന്നു. അപ്പോൾ എല്ലാം ഉരുളകളാക്കി കേട്ടോ. ചിക്കനും കറിയായി റെഡി ആയിട്ടുണ്ട്. വെള്ളം ഞാൻ ഒരു ചെറിയ ഉരുളിക്കകത്ത് വെള്ളം അടുപ്പത്ത് വെച്ചു. ആദ്യം നമ്മൾ മാവ് കുഴയ്ക്കാൻ എടുത്ത വെളുത്തുള്ളിയുടെയൊക്കെ ആ വെള്ളം കുറച്ച് ബാലൻസ് ഉണ്ടായിരുന്നു കേട്ടോ. അതും കൂടെ ഞാൻ അതിനകത്തേക്ക് ഒഴിച്ചു. എന്നിട്ട് ഇത്തിരി ഉപ്പ് ഇട്ടു. അതൊന്ന് തിളയ്ക്കുന്ന സമയത്ത് ഇതേ കുഞ്ഞൻ ഉരുളകളൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിനകത്തേക്ക് ഇതേ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനകത്തേക്ക് നമുക്ക് ഉടഞ്ഞു പോകാതെ ഈ കുഞ്ഞ് ഉണ്ടകളൊക്കെ ഇട്ട് കൊടുക്കാം. ഉടഞ്ഞു പോകരുത് കേട്ടോ. അതുപോലെ തന്നെ ഇളക്കുമ്പോഴാണെങ്കിലും ആദ്യം തീ കൂട്ടി വെച്ചിട്ട് വേണം ഇത് ഇടാൻ. തീ കുറച്ച് വെച്ചിട്ടാണെങ്കിൽ ഇത് ഇട്ട് കഴിയുമ്പോഴത്തേക്കും പെട്ടെന്ന് വേകണമല്ലോ, തിളയ്ക്കലും നിന്ന് പോവും. അപ്പം 1 സ്പൂൺ അരിപ്പൊടി എടുത്ത് ഇത്തിരി തേങ്ങ ഇട്ട് തിരുമ്മി അതിനകത്ത് ചേർക്കാനാണ് കേട്ടോ. ഇറക്കാറായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതൊക്കെയാണ്. അപ്പം അങ്ങനെ നമ്മുടെ പിടിയും കോഴിക്കറിയും റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. താങ്ക് യു. അപ്പോൾ പൊന്നു ഇത് കഴിക്കുകയാണ് കേട്ടോ. ചൂടാ, അവൾ പറയുക ഭയങ്കര ചൂടാ അമ്മയെന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങളെല്ലാവരും കഴിച്ച് നോക്കണേ.